കോഴിക്കോട് 12-ാം മൈലിൽ ലൈൻ കമ്പി പൊട്ടിയതിനാൽ വൈദ്യുതി ഇല്ലാതെ 15 കുടുംബങ്ങൾ. ഇന്നലെ രാത്രി പോയ വൈദ്യുതി ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. സംഭവസ്ഥലത്തു നിന്നും ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് ചാത്തമംഗലം അംബേദ്കർ ഗ്രാമത്തിലെ ആളുകൾ വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇന്നലെ കാറ്റിലും മഴയിലും വൈദ്യുതി ലൈൻ പൊട്ടിയിരുന്നു. അതിനെ തുടർന്ന് ഇവിടെയുള്ള 15ഓളം കുടുംബങ്ങളിലേക്കുള്ള വൈദ്യുതി പോയിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രി പോയ വൈദ്യുതി ഇതുവരെയായിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. ആളുകൾ വളരെ ദുരിതത്തിലാണ് എന്നാണ് ആളുകൾ പറയുന്നത്. ഇന്നലത്തെ കാറ്റിലും മഴയിലും വൈദ്യുതി ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നത്, വൈദ്യുതി പോയിരിക്കുന്നത്. KCBയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാഫിൻ്റെ ഒരു അഭാവമുണ്ട്, ഷോർട്ടേജ് ഉണ്ട്, അതുകൊണ്ട് ആണ് ഇത് പരിഹരിക്കാത്തത് എന്നുള്ള രീതിയിലുള്ളൊരു വിശദീകരണമായിരുന്നു തന്നത്. ഇപ്പോൾ ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്? എന്താണ്? ഇന്നലെ രാത്രി ഒരു 8 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ KCBയിലേക്ക് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് വരാം എന്ന് പറഞ്ഞു. കാരണം കറണ്ട് പാസ് ചെയ്ത് കിടക്കുകയാണ്. ഒരു 10-15ഓളം വീടുകൾ ഉണ്ട്. വണ്ടികളായാലും 2 വീലർ ആയാലും 4 വീലർ ആയാലും കാൽനട യാത്രക്കാരൊക്കെ പാസ് ചെയ്യുന്ന റോഡാണ്. അപ്പോൾ അതിനുശേഷം ഒരു 10 മണീൻ്റെ ഉള്ളിൽ അവിടുന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് അവർ ലൈൻമാൻ വന്നിട്ട് കണക്ഷൻ ഒഴിവാക്കിയതിന് ശേഷം അതവിടെ വെച്ചു. അതിനുശേഷം അവർ പറഞ്ഞു രാവിലെ 10 മണിയോട് കൂടി വരും, ബാക്കിയുള്ള പരിപാടികൾ കറണ്ടിൻ്റെ കാര്യം രാവിലെ 10 മണിക്ക് ശേഷം റെഡിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം 10 മണിയായാലും ഉച്ചയായിട്ടും അതിനുശേഷം വൈകുന്നേരം ആയാലും ഈ ഒരു സമയം വരെ അതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരുപാട് ആളുകൾ ഈ കൂടി നിൽക്കുന്ന എല്ലാവരും KCBയിലേക്ക് വിളിക്കുക, എയിനെ വിളിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആദ്യം അവർ പറഞ്ഞത് വരും ശരിയാക്കും എന്നുള്ളൊരു മറുപടി മാത്രമാണ് തന്നത്. അതിന് ശേഷം പിന്നെ അവർ പറയുന്നത് ഞങ്ങളിൽ സ്റ്റാഫ് കുറവാണ്, ഞങ്ങൾക്ക് വന്ന് നോക്കാൻ ഡ്യൂട്ടിക്ക് ആളില്ല, അപ്പോൾ അതുകൊണ്ടിപ്പം മിക്കവാറും ഇന്ന് റെഡിയാവലുണ്ടാവില്ല, അതിനുശേഷം നോക്കാമെന്നാണ് പറഞ്ഞത്. 15ഓളം കുടുംബങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ഇന്നലെ 8 മണിക്ക് പോയതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ദുരിതം? അതെ എല്ലാവരും ഇപ്പം മനുഷ്യന് പഴയ മാതിരിയല്ല. എല്ലാവരും ഇപ്പോൾ കറണ്ടിൽ എല്ലാ കാര്യങ്ങളും കറണ്ട് ഇല്ലാതെ ഇപ്പം ഒരു എന്തൊരു കാര്യത്തിനും ഇപ്പം കറണ്ട് ഇല്ലാതെ നടക്കാത്തൊരവസ്ഥയാണ്. പെട്ടെന്ന് ഇപ്പോൾ അവർ മുൻകൂട്ടി കറണ്ട് പോകുന്നൊന്നും കണക്കാക്കി നിൽക്കുന്നതല്ല. വെള്ളം അടിക്കുന്ന ആൾക്കാരെല്ലാം മറ്റു കാര്യത്തിലും എല്ലാ കാര്യത്തിലും ആളുകൾ വല്ലാണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനോണ്ടാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ മഴക്കാലത്ത് പൊതുവേ KCBക്ക് പണിയും കൂടുതലാണ്, ലൈനിൽ പണികളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ പോയ കറണ്ട് ഇന്ന് വൈകുന്നേരം വരെ വരും എന്നുള്ള കണക്കൂട്ടൽ ഞങ്ങളൊരു ഇതിലാണെന്ന്. അപ്പോൾ ഈ വൈകുന്നേരം ആയിട്ടും പോലും ആ പൊട്ടിച്ചിട്ട് ലൈൻ കട്ട് ചെയ്തിട്ട് പോയിട്ട് ആ ഭാഗത്തേക്ക് പിന്നെ ഒരു തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നിട്ടും പിന്നെ ഫോൺ പോലും എന്നാൽ എടുത്തൊരു മറുപടി പറയേണ്ട ഒരു ഇത് ചെയ്യേണ്ട. ഓഫീസിൽ ആളിരിക്കുന്നുണ്ട്, ഞങ്ങൾ ചെന്ന് നോക്കുന്ന ഫോൺ പോലെ എടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് പിന്നെ നമ്മൾ കോൾ വിളിച്ചാൽ പോകില്ല. അതാണ് ഇന്നലെ 8 മണിക്ക് പോയ വൈദ്യുതിയാണ്, ഇതുവരെയായിട്ടും അത് വന്നിട്ടില്ല. വളരെ ദുരിതത്തിലാണ് ഇവിടെ കുടുംബങ്ങൾ. പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇതുവരെയായിട്ടും വൈദ്യുതി വരാത്തതിൽ വലിയ ദുരിതത്തിൽ തന്നെയാണ് ഇവർ. KCBയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. അതായത് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എപ്പോഴത്തേക്ക് പുനഃസ്ഥാപിക്കുമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. വലിയ ദുരിതത്തിലാണ് ഇവിടെയുള്ള ആളുകൾ. ക്യാമറ പേഴ്സൺ ഷബീർ കലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.